അപ്പോ ആദ്യം നിങ്ങളുടെ മുന്നിലെത്തുന്നത് സാമുദായിക നേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ്. ശബ്ദം ഒരു അല്പമെങ്കിലും ശരിയാണെങ്കിൽ ഓക്കെയാണ്. കാരണം ഈ പുള്ളി പറഞ്ഞു ഇവിടെ റിവർബ് ഒന്നും പറ്റത്തില്ല, നിന്റെ ഉള്ള മൈക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അല്പമെങ്കിലും ശരിയാവണമെങ്കിൽ ചെറിയ രീതിയിൽ കൈയിരിക്കാം. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യൻ. ഞാനൊന്ന് ശൂപരനായിരുന്നു. ഈ ജാതി ഏതായെന്ന് ഇവിടെ ഓണം മഞ്ഞില്ല. ശ്രീനാരായണ ശരി, കുറച്ച് തൂവാക്കി ധൈര്യമായിട്ട് പോവാം. പിന്നെ ഒരല്പം മറവി രോഗമുണ്ട്, വയസ്സായതിന്റെ ആയിരിക്കും. എന്നിരുന്നാൽ തന്നെ ഞാൻ സ്കൂളിലുള്ള തുണ്ട് എഴുതി വെച്ചിട്ടുമ്പോൾ ഞാൻ മൊബൈൽ എഴുതി വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്ക് നോക്കേണ്ടി വരും, ആരും വേറെ ഒന്നും വിചാരിക്കരുത്. മലയാള സിനിമയുടെ ഹാസ്യ ചക്രവർത്തി അന്നും ഇന്നും ഇനി എന്നും ശ്രീ ജഗദീഷ് ശ്രീകുമാർ. ജഗദീഷ് ശ്രീകുമാറിന്റെ ശബ്ദം ഞാൻ അധികരിക്കാൻ ശ്രമിക്കുകയാണ്. ശ്രദ്ധിക്കുക, ജഗദീഷ് ശ്രീകുമാർ. വീണ്ടും അടുത്ത ശബ്ദത്തിലേക്ക് പോവുകയാണ്. മലയാള സിനിമയിൽ കോഴിക്കോടിന്റെ തന്നെ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു നടനാണ് ശ്രീ മാമുക്കോയ. മാമുക്കോയുടെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ശ്രീ മാമുക്കോയ. അന്നാലും അമ്മയിട്ട് അന്തമാനും നമ്മളാപ്പേറ്റ് പറ്റൂല പറ്റൂല ഹിമാലയ. KPC നാടകവേദിയിൽ കൂടെ കടന്നു വന്ന് മലയാള സിനിമയിൽ പോലീസ് വേഷങ്ങളിലൂടെ തന്റേതായ വ്യക്തിമുദ്ര പഠിപ്പിച്ച ഒരു നടൻ. ഇതിൽ നിൽക്കുന്ന ഒരു ഏകദേശം ആളുകൾക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, ചിലപ്പോൾ ശബ്ദം കേട്ട് മനസ്സിലായിരിക്കും. FIR സിനിമയിലൂടെ ഡയലോഗിലേക്ക് വരുന്നു. KPSC അസീസ്. പണിക്കൊരു സാറൊരു ചുമ്മാതിരിക്കുന്നേ. എവിടെ അമ്മയെ ഞാൻ അറിയൂ. എന്റെ മകന് പത്തരമാറ്റുകാരി എന്തായിരുന്നോ? നീയാണങ്ങ് തടിച്ചു ോടി പെണ്ണേ. ശാരിപടുന്ന കാര്യം ഞാൻ ശരിപ്പെടുത്തി. അപ്പോഴെന്റെ പ്രമോഷന്റെ കാര്യം മലയാള സിനിമയിൽ വില്ലനായി എത്തി സഹനടനിൽ കൂടെ കുറച്ചു കാലം ഔട്ടായി നിന്ന് വീണ്ടും നമ്മുടെ മോഹൻലാലിന്റെ ബ്രോ ഡാഡി എന്ന സിനിമയിലേക്ക് വീണ്ടും മലയാള സിനിമയിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്ന ശ്രീ ലാലു അലക്സ്. ശ്രദ്ധിക്കാൻ, ലാലു അലക്സ്. നിന്റെ മനസ്സിളക്കുന്നത് എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത്? മലയാള സിനിമയിൽ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, നടൻ എല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് ഒരേ ഒരു മലയാള സിനിമയിൽ വ്യക്തിയുള്ളൂ, ശ്രീ ബാലചന്ദ്ര മേനോൻ. അദ്ദേഹത്തെ ഞാൻ വിളിക്കാൻ ശ്രമിക്കുകയാണ്. ബാലചന്ദ്ര മേനോൻ. എനിക്ക് എന്നെ മനസ്സിലാക്കാൻ, എന്റെ നൊമ്പരം മനസ്സിലാക്കാൻ ആരും ഇല്ല കൂട്ടാ, ആരും ഇല്ല. താങ്ക് യു. ശമ്പളം കുറച്ച് കുറഞ്ഞു പോകുന്നുണ്ട്. മലയാള സിനിമയുടെ നിത്യഹരിത നായകൻ ശ്രീ പ്രേം നസീർ. അമ്മയുടെ മകൻ SSLCക്ക് ഫസ്റ്റ് ക്ലാസ് കൂടെ പാസ്സായത്. അമ്മേ കണ്ണു തുറക്കണേ. പഴയകാല നടനിലേക്ക് പോകുമ്പോൾ വീണ്ടും ശ്രദ്ധിക്കേണ്ടത് മലയാള സിനിമയിലെ നല്ലൊരു നടൻ വേറെ ആളുണ്ട്. അത് എന്റെ സ്വന്തം നാട്ടുകാരനാണ് ശ്രീ സത്യൻ മാഷ്. അമ്മേ അമ്മേ
എല്ലാരും പറയുന്ന എറുത്തമ്മ വെളിച്ചോളാണ്. എറുത്തമ്മ വെളിച്ചോളാണ് അമ്മേ. അല്ല, സമാധാനമായി. താങ്ക് യു. മലയാള സിനിമയിൽ മറ്റൊരു പഴയ ആൾക്കാരെ ഞാൻ രണ്ട് പഴയ ആൾക്കാരെടുത്ത് വീണ്ടും രണ്ട് പഴയ ആളിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ ഇപ്പൊ സിനിമയിൽ സജീവമാണ്. ഒരാൾ സംവിധായകൻ നടനായിട്ട് പോകുന്നു, മറ്റൊരാൾ സംവിധാനം ചെയ്തില്ല, ഉടനെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുള്ളിക്കാരൻ ഞങ്ങളുടെ നാട്ടുകാരനാണ്, അതിൽ അഭിമാനിക്കുന്നു. ശ്രീ സുകുമാരൻ. അയ്യോ പാവം, അമ്പടി തള്ളി കുടിക്കാൻ ചായയോ അതോ കാപ്പിയോ അങ്ങനെ പോയാലും ചീമേ. താങ്ക് യു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഏറ്റവും മുതിർന്ന ഒരു നടൻ, അല്ലെങ്കിൽ പഴയ കാലത്തിൽ തന്നെ പാൻ ഇന്ത്യ സിനിമയിൽ ചെയ്ത ഒരൊറ്റ നടനേ ഉള്ളൂ, ശ്രീ മധു. ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം ഞാൻ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ശമ്പളം പ്രതീക്ഷിക്കുന്നു. അല്ല, ഇതാര് സുലൈമാനോ? എന്താണ് വേണ്ടി നിന്റെ കയ്യിൽ? തോക്കാന് എന്നെ കൊല്ലാൻ കാണിക്കും. വെക്കണേടി, ഇട വെക്കാൻ. താങ്ക് യു. ഇനി സുകുമാരനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു സുകുമാരന്റെ മകനെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. മീശ മാധവൻ എന്ന സിനിമയിലെ ഒരു ചെറിയ ഡയലോഗ് അനുകരിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇന്ദ്രജിത്ത്. ഇങ്ങനെയാണോ നമ്മൾ പ്രതീക്ഷിച്ച ഒരു പ്രതി ചോദിക്കുന്നത്? 10-25 അതെ, പട്ടപ്പേര് വേണ്ട, പേരുക്കുകളാ. നാളെ വരുമ്പോഴേ ആ മീശ ഇവിടെ കണ്ടത് മടിച്ചിട്ട് വേണം, മനസ്സിലായണം. താങ്ക് യു. ഇനി മലയാള സിനിമയിലെ കൊച്ചു കലാകാരൻ ശ്രീ കൊച്ചു പ്രേമം. പിന്നെ ശരിയായില്ല കേട്ടോ. ആ പട്ടിയുടെ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ കുട്ടിയുടെ ശ്രദ്ധിക്കുക എന്ന് കൂടി വെച്ചിട്ടായിരിക്കും കേട്ടോ. ആ മറ്റേ അത് നമുക്ക് കിട്ടുന്നതാണല്ലോ. താങ്ക് യു. ഇന്ന് മലയാള സിനിമയിലെ ഒരു വില്ലൻ കഥാപാത്രത്തിൽ കയറി വന്നു. പിന്നെ പുള്ളി ഇപ്പോൾ ചെയ്യുന്നത് അച്ഛന്റെ വേഷം. പിന്നെ മാക്സിമം നമ്മൾ കണ്ടുള്ള മുഖ്യമന്ത്രി സ്ഥാനങ്ങളിലാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുന്നു ശ്രീ ജനാർദ്ദനൻ. അത് സുടിക്കണ കാല്, അവത്തക്കാല് എടാ തപ്പി തീ വെറുതെ തുപ്പി. 102 വർഷം ജീവിച്ചിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ ഒരു മഹത്വപൂർണമായ ഒരു വ്യക്തികൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മുടെ മണ്ണിൽ കമ്മ്യൂണിസം കൊണ്ടുവന്ന നമ്മുടെ കേരളത്തിലെ പുന്നപ്ര വയലാർ നേതാവ് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ സഖാവ് VS അച്യുതാനന്ദന്റെ ശബ്ദം അനുകരിക്കാൻ ശ്രമിച്ചിട്ട് പിന്നെ നമുക്ക് അടുത്ത സ്പോർട്ട് ടോപ്പിക്കിലേക്ക് കിടക്കാം. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. തല നരയ്ക്കുകയല്ല എന്റെ വൃത്തം, തല നരയ്ക്കാത്തതുമല്ല എന്റെ യുവത്വം. ഒടിയ. താങ്ക് യു.